അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇബ്ലീസിന്റെ പണി എന്താണ്? ഇബ്ലീസ് ഇനി ആരെയും ആദമിന്റെ കാരണം കൊണ്ടാണ് സ്വർഗത്തിന് പുറത്താക്കപ്പെട്ടത്. ആദമിന് സുജൂദ് ചെയ്യാത്തത് കൊണ്ടാണ് ജന്ന പുറത്താക്കപ്പെട്ടത് എന്ന് വിചാരിച്ച ആ ഇബ്ലീസില്ല അതിനെന്താ അവിടെ സത്യം ചെയ്തത്? ആദമേ, നിന്റെ മക്കളാരും ഞാൻ നന്നാമ്പെടൂലാതാണ്. അങ്ങനെ തന്നെയാണ് ഈ നൗഷാദും കൂട്ടരും, ഈ കൊള്ളത്തൊരീക്കത്തുകാർ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ ഇങ്ങനെ ആ കള്ളത്തൊരീക്കത്തിനെ കടത്തിക്കൂട്ടാൻ ശ്രമിച്ചപ്പോൾ അവർ എന്ത് ചെയ്തു? ഇത് കള്ളത്തൊരീക്കത്താണെന്ന് വ്യക്തമായി പറഞ്ഞപ്പോൾ അവർക്കിന് വഴിയില്ലാന്നായി. ഇപ്പോൾ എന്ത് മഗ്‌രിബായി കഴിഞ്ഞാൽ അവിടെ ഒരു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ വരും, സാവിയത്ത് സൂഫിയ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഉണ്ടാവും. എന്ത് പറഞ്ഞുകൊണ്ട്? ഇതാ സുന്നി ആദർശ സംഗമം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാണിക്കും. അപ്പോൾ ഒരു 10-15 ബംഗാളികളെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവരെ തലയ്ക്കൽ കെട്ടിച്ച് അവിടെ ഇരുത്തിയിട്ട് ഇങ്ങനെ അവർക്ക് 100 റുപ്യ കൊടുത്ത് അവരിരുത്തി കൊണ്ട് ഒരു ബാനറും കെട്ടി വലിയ സംഭവമാണെന്ന് അറിയിച്ചു കൊണ്ട് ഇതാ തെറ്റിപ്പോയ AP സമസ്ത, ഇതാ AP സമസ്തക്ക് പാളിച്ച സംഭവിച്ചു, ഇതാ പേരോടിൻ്റെ അങ്ങനെ ഓരോ ഇതിങ്ങനെ ഇട്ടുകൊണ്ട് അവരെ ഉദ്ദേശം എന്താ? അവരെന്തായാലും എന്തായി നശിച്ചു പോയി. ഇനി ഇവിടെ ഉള്ള ആൾക്കാരെയും നശിപ്പിക്കുക എന്ന ഒരു പ്ലാനിങ് കാണും. മറ്റൊന്ന് യൂട്യൂബിലൂടെ കാശ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ വ്യൂ കിട്ടുമല്ലോ. കാത്തപുര വിഭാഗത്തിനെ വിമർശിക്കുമ്പോൾ അപ്പോൾ ഇവരോടൊപ്പം ആരെല്ലാം കൂടും? എത്ര ആൾക്കാർ കൂടും? പുത്തനാശയക്കാരും ഒരു ഭാഗത്ത്, പിന്നെ ഒരു ഭാഗത്ത് മറ്റുള്ള കള്ളത്തൊരീക്കത്തുകാരുണ്ട്, പിന്നെ ഒന്ന് മുസ്ലിം വിരോധികൾ, ഇങ്ങനെ കുറേ ആളുകൾ അവർക്ക് സപ്പോർട്ടാവും. അപ്പോൾ ഫുള്ള് വ്യൂ കിട്ടും. അപ്പോൾ കാന്തപുര ഉസ്താദിനെ വിമർശിക്കുമ്പോൾ ഫുള്ളായി വ്യൂ കിട്ടുമെന്ന് മനസ്സിലാക്കി ഇവർ ഇപ്പോൾ ചെയ്യുന്ന പരിപാടിയാണ്. ഇവരെ ത്വരീകത്ത് ശരിയാണെങ്കിൽ ആ ത്വരീകത്തിൻ്റെ അയാൾക്ക് പറഞ്ഞുകൂടെ ഈ ഗീബത്ത് പറയാൻ പാടില്ല എന്ന്? എന്ത് ത്വരീകത്താണിത്? ഇവരെ ഇബ്ലീസ് ത്വരീകത്താണിത്. ശൈത്താൻ പിശാചിൻ്റെ ത്വരീകത്താണ്. നാവ് ഇങ്ങനെ ഇളക്കിയാൽ കളവന്നെ പറയാൻ. ഞാൻ അൻസാരി സുഹരി ഉസ്താദിൻ്റെ ഒരു പച്ചക്കള്ള ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു. അൻസാരി സുഹരിയാണ് ഇവരുടെ ഈ കള്ളത്തരങ്ങളെല്ലാം വളരെ വ്യക്തമായി കള്ളത്തരങ്ങളെ മറുപടി പറഞ്ഞപ്പോൾ ആ ഒരു സക്കാഫി എന്ന് പറഞ്ഞിട്ട് ഒരു വേഷധാരി ഉണ്ടല്ലോ, അയാൾ പച്ചക്കള്ള പറഞ്ഞു. റസൂലുള്ളാഹിൻ്റെ കഫത്തിന് സുഹരി എന്തെല്ലാം പറഞ്ഞു, റസൂലുള്ളാഹിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇവർ ആ ഷെയ്ഖാണെന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അയാൾ പേര് നമുക്കറിയാലോ, അയാളെ കാലിനെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ചുംബിക്കുന്നതാണ്. അതിനാണ് എടുത്തത്. ഇങ്ങനത്തെ ഒരാളെ കാല് ചുംബിച്ചിട്ട് നിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടാന്ന്. അതിനെപ്പറ്റി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഫത്തിനെ ഞങ്ങൾ കിട്ടിയാൽ ഞങ്ങൾ നക്കു. ഈ സുഹരി എന്താണ് വിചാരിച്ചത്? റസൂലുള്ളാഹിൻ്റെ കഫത്തിന് നിസ്സാരമാക്കുന്ന റസൂലുള്ളാഹിൻ്റെ കഫത്തിൻ്റെ വിഷയമോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം സുഹരി പറഞ്ഞിട്ടില്ല. സുഹരി ചെയ്യുന്നത് എന്താണ്? ഇസ്ലാമിനെതിരായിട്ട്, അത് മുസ്ലിമിൻ്റെ ഇടയിലുള്ള ആൾക്കാരാകട്ടെ പുറത്തുനിന്നാകട്ടെ, ഇസ്ലാമിനെതിരായിട്ട് ആരാണോ പിന്നെ വിമർശിച്ചിട്ട് അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവർക്കെതിരെ ശക്തമായി സംസാരിക്കുന്ന ആളാണ് സുഹരി. ആ സുഹരിനെ ഇങ്ങനെ പറയാം. അങ്ങനെ അവരെതിർക്കുന്നവരെ അവരെ വീഡിയോ ഇട്ടുകൊണ്ട് നല്ല വ്യൂസ് വരുത്താം. ഇതാണ് ഈ കള്ളത്തൊരീക്കത്തുകാരെ പരിപാടി. സ്ഥിരം പരിപാടിയാണ് ഇവർ. അപ്പോൾ ദുൽഖർനൈന് രാജാവ് ഒരു കോട്ട കെട്ടിയിട്ടുണ്ട്. ആ കോട്ടയിനുള്ളിൽ യജൂജ് മാജൂജ് കുടുങ്ങിയതുപോലെ ഇവർ ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിൻ്റെ സംഘടനയിലുള്ള വലിയ വലിയ പണ്ഡിതന്മാർ, പേരുടെ ഉസ്താദിനെ പോലുള്ള പണ്ഡിതന്മാർ എല്ലാ കള്ളത്തൊരീക്കത്തുകാരെയും പിഴുതെറിഞ്ഞിട്ടുണ്ട്. കുറേ അങ്ങ് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ഒരു ഭാഗം ഇങ്ങനെ യൂട്യൂബുള്ളത് കൊണ്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നതെന്നല്ലാതെ അവർ ഒരു നല്ല കാര്യവും പറഞ്ഞതായി കേൾക്കുന്നില്ല. എപ്പോഴും പറയുന്ന ഗീബത്തും കളവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലുമാണ് അവരുടെ പരിപാടി. അതുകൊണ്ട് നാം കരുതിയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ അവസാന കാലത്ത് ദജ്ജാലിങ്ങൾ വരുമെന്ന്. അപ്പോൾ അവസാനം ഒരു ദജ്ജാൽ വരും, എല്ലാവരും അവിശ്വാസത്തിലേക്കോട്ട് പോകാൻ. അതിന് മുമ്പ് വരുന്ന ദജ്ജാലുകളുടെ ഇതൊക്കെ ഈ കുരുട്ട് ശരീക്കത്ത് തർജീതല്ലോ, അത് മുമ്പുള്ള ദജ്ജാലുകൾ കദ്ദാബിങ്ങൾ എന്ന് പറഞ്ഞത് ആ കൂട്ടത്തിൽ പെട്ടതാണ്.
അപ്പം ജനങ്ങൾ അവരെ സംശയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഔലിയാക്കന്മാരെ കറാമത്ത് വരും, അത് പറയൂ, സിയമുലുല്ലാഹി ഖുതുബുല്ലാലം ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം നമ്മൾ വിചാരിക്കുമല്ലോ നല്ല ആൾക്കാരാണ്, സുന്നികളാണെന്ന് മനസ്സിലാക്കുമല്ലോ. അതിന് വേണ്ടി ഇവർ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ട് ജനങ്ങളെ പഴപ്പിക്കുകയാണ്. അവരെ മൗലിദ് മോദപ്പോൾ റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വലിയ ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗമാണ്. പുത്തനാശയക്കാരെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗമാണ്. പുത്തനാശയക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്, അതിനേക്കാൾ കൂടുതൽ ഡേഞ്ചറസ് ആണ് ഇവർ. കാരണം ഉള്ളുന്നുള്ളത് എന്താക്കല് ഈ മുനാഫികങ്ങളുടെ പരിപാടിയാണ് ചെയ്യുന്നത്. ഈ പുത്തനാശയക്കാർ എന്ന് പറയുമ്പോൾ അവരെ നമ്മൾ കോലം കണ്ടാലും മനസ്സിലാവും. ഇവരങ്ങനെയല്ലേ, ഒരു മുണ്ടാസും കെട്ടിയിട്ട് ബിരുദമെല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ. മുമ്പ് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയല്ല തെറ്റിദ്ധരിപ്പിക്കലല്ലോ ഉണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറേ ആളുകൾ അവരെ ആ പൊള്ളത്തരത്തിൽ നിഷ്കളങ്കാരായ ആളുകൾ വീഴും. അപ്പോൾ അതിനെ ഞാൻ പൊടിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള കള്ളത്വരീക്കത്തുകാർ ഷറനെ തൊട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മോമിനികൾ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എല്ലാ കള്ളത്വരീക്കത്തുകാരെയും അല്ലാഹു തആല പേരെറിയട്ടെ. ഖിയാമത്ത് നാളാകുമ്പോൾ അങ്ങനത്തെ ഒരുപാട് കള്ളത്വരീക്കത്ത് ഇങ്ങനെ വന്ന് ജനങ്ങളെ ഈമാനെ തെറ്റിച്ച് രാവിലെ മുസ്ലിം ആയാൽ വൈകുന്നേരം കാഫിറായി പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വൈകുന്നേരം മുസ്ലിമായിരുന്നു, രാത്രി മുസ്ലിമായിരുന്നു, രാവിലെ എന്തായി കാഫിറായി. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും. അങ്ങനെ മനുഷ്യന്മാർ ഇസ്ലാമിൽ നിന്ന് പുറത്തായി ഒരു ഭാഗത്ത് പുത്തനാശയക്കാർ ജനങ്ങളെ പഴപ്പിക്കുന്നു, പിന്നെ ഒരു ഭാഗത്ത് യുക്തിവാദികൾ പഴപ്പിക്കുന്നു, നിരീശ്വരവാദികൾ പഴപ്പിക്കുന്നു, ഒരു ഭാഗത്ത് കള്ളത്വരീക്കത്തുകാർ ഇങ്ങനെ അധികമായിട്ട് നല്ല ആളുകളെ പഴപ്പിക്കുന്നു. ഇതൊന്നും അറിയാതെ ജനങ്ങളിങ്ങനെ ചാടിപ്പോകുന്നുണ്ട്. അവർ ഖുർആനല്ലോ ഓതുന്നത്, അവർ ഹദീസല്ലോ ഓതുന്നത്, മഹാന്മാരെ മഹത്വമല്ലേ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം ആൾക്കാർ ഈ സംഘടനയെല്ലാം വെറുക്കുന്ന ആളുകൾ അവർ ഇവരൊക്കെ കൂടിയിട്ട് അവർ ഈമാനെല്ലാം കളഞ്ഞുപോയി. അതുകൊണ്ട് മോമിനികളായ ആളുകൾ നല്ലോണം ശ്രദ്ധിക്കണം, ഈമാൻ കളയരുത്. ഈമാൻ പോയാൽ പിന്നെ ആർക്കും നമ്മളെ ശുപാർശ ചെയ്യാനാന്നില്ല, ആരുടെ ശുപാർശ നമുക്ക് കിട്ടൂല. അങ്ങനെയുള്ള ഈ വ്യാജത്വരീകത്തിനോട് ഒപ്പം നമുക്ക് കൂടാതെ നല്ല നിലക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അതിൻ്റെ അടിയുറച്ച് നിൽക്കുക, അതിൻ്റെ മഹാന്മാരെ നമ്മൾ പിന്തുടരുക, അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ നന്നായി ജീവിക്കുക. അതിൻ്റെ ഉലമാക്കൾ ഇന്ന് നമ്മളെ മുമ്പിലുണ്ട്. അവർ നമ്മൾക്ക് നല്ല കാര്യങ്ങൾ നല്ല വിഷയങ്ങൾ പറഞ്ഞു തരും. അതല്ലാതെ ഈ കള്ളന്മാരുടെ കൂടെ കൂടിയിട്ട് നമ്മൾ ഈമാൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആഖിറത്തിൽ പറഞ്ഞിട്ട് കൈകടിച്ചിട്ടൊന്നും കാര്യമില്ല. അവിടെ എത്തിയിട്ട് കര കടന്നിട്ട് അവിടെ എത്തിയിട്ട് മാഷറിലെത്തിയിട്ട് ഖബറിലായിട്ട് പിന്നെ ടെൻഷൻ അടിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ ചിന്തിച്ചുകൊണ്ട് എല്ലാ വ്യാജത്വരീക്കത്തുകാരെ തൊട്ടും യുക്തിവാദികളെ തൊട്ടും നിരീശ്വരവാദികളെ തൊട്ടും അത് പുത്തൻവാദികളെ തൊട്ടും എല്ലാ വാദികളെ തൊട്ടുമുള്ള വലിയ സംരക്ഷണം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട്